ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനമായും നിങ്ങൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണും. റേഡിയസ് എന്താണ്, സെന്റർ എന്താണ്, ഡയമീറ്റർ എന്താണ് എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് കേൾക്കുന്ന സമയത്ത് ഒരു കോമ്പസ്, ഒരു പെൻസില്, ഒരു ബുക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ ഈ ക്ലാസ് കേൾക്കാൻ തയ്യാറാവുക. ആദ്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കാം. ഓക്കെ, സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു അർദ്ധവൃത്തമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു സെമി സർക്കിൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റേഡിയസ് എടുക്കാൻ ഒരു കുഴപ്പമില്ല, 3 4 ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ വരയ്ക്കുക. ശേഷം ഈ സെമി സർക്കിളിന്റെ ഡയമീറ്റർ എടുക്കുക. ആ ഡയമീറ്ററിന്റെ 2 എൻഡ് പോയിന്റും നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ 2 എൻഡ് പോയിന്റിൽ നിന്ന് ആ സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ സർക്കിൾ ഓൺ ദി സർക്കിളാണ്, ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. ആ പോയിന്റിലേക്ക് ഈ എൻഡ് പോയിന്റിൽ നിന്നും 2 വരകൾ കൂട്ടിമുട്ടിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ട്രയാങ്കിൾ അവിടെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളിന് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഈ ഒരു ആംഗിൾ ഉണ്ട്, പുതുതായിട്ട് കിട്ടിയ ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ നിങ്ങൾ പ്രൊട്ടാക്ടർ എടുത്തുകൊണ്ട് ഒന്ന് അളന്ന് നോക്കുക. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണുന്നുണ്ടോ? യെസ്, നിങ്ങൾക്ക് കിട്ടിയ അളവ്, നിങ്ങൾ ഏത് അളവിലാണോ നിങ്ങൾ സർക്കിൾ വരച്ചതെന്നൊന്നും എനിക്ക് ഗസ് ചെയ്യാൻ അറിയില്ല. എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ ആ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ ഇപ്പൊ എടുത്തതിന് പകരം വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതേ മെത്തേഡ് തുടരുക. ആ 2 എൻഡ് പോയിന്റിൽ നിന്നും നിങ്ങൾ പുതുതായിട്ട് എടുത്ത ആ പോയിന്റിലേക്ക് 2 വരകൾ വരയ്ക്കുക, 2 വശങ്ങൾ അഥവാ സൈഡ്സ്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പുതിയൊരു ട്രയാങ്കിൾ കിട്ടും. ആ കിട്ടിയ ട്രയാങ്കിളിന്റെ പുതിയ ആംഗിൾ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക, 90 ഡിഗ്രി തന്നെ ആയിരിക്കും. മൂന്നാമതായിട്ട് ഒരു പോയിന്റ് കൂടി സെലക്ട് ചെയ്യുക, സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക, അളന്ന് നോക്കുക. അവിടെയും നിങ്ങൾക്ക് കിട്ടുന്നത് 90 ഡിഗ്രിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് റൈറ്റ്. അതായത് ഒരു സെമി സർക്കിളിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രിയാണ്. ഈ ഒരു ചാപ്റ്ററിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഈ ഒരു പോയിന്റ് ഒരു കാരണവശാലും മറക്കരുത്. ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു വർക്ക് തരികയാണ്. ഈ സെമി സർക്കിളിന്റെ അകത്ത്, ഓക്കെ, ഓൺ ദി സർക്കിളിന് പകരം അകത്ത് നിങ്ങൾ ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് ആ വശങ്ങൾ 2 എൻഡ് പോയിന്റുകളും ആ അകത്തുള്ള പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ആംഗിൾ ഒന്ന് അളന്ന് നോക്കുക, എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ നോക്കുക. അങ്ങനെ 2-3 പോയിന്റ് എടുത്ത് നോക്കുക. പൊതുവായിട്ട് എന്തെങ്കിലും നിയമങ്ങളിലേക്കോ അല്ലെങ്കിൽ എന്തിലേക്കോ എത്തുന്നുണ്ടോ നോക്കുക. ഇതേ മെത്തേഡ് നിങ്ങൾ പുറത്തുള്ള ഒരു പോയിന്റുമായിട്ട്, അതായത് ഔട്ടർ സർക്കിളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോയിന്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ 2-3 പോയിന്റ് എടുക്കുക, ആംഗിൾ ഒന്ന് അളന്ന് നോക്കുക, എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്ന ഫൈൻഡിങ്സ് നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ ഇതുപോലെ ഉപകാരപ്രദമായുള്ള വീഡിയോകൾ നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. എല്ലാവരും എന്താക്കുക, മാക്സിമം നമ്മുടെ വീഡിയോസുകളൊക്കെ കാണുക. ബാക്കി കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. മുഴുവൻ വീഡിയോകളും കാണുക. ബൈ.